കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ PV അൻവറിന്റെ നേതൃത്വത്തിൽ DFO ഉപരോധിച്ച് DMK പ്രവർത്തകർ പൂട്ട് പൊളിച്ച് ഓഫീസിനുള്ളിൽ കയറി. 9 ദിവസത്തിനിടെ 6 പേരെ ആന കൊലപ്പെടുത്തിയിട്ടും സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് PV അൻവർ കുറ്റപ്പെടുത്തി. ഒരു മനുഷ്യജീവൻ ഇവിടെ ഈ കോലത്തിൽ ഒരു ആന ചവിട്ടി അരച്ചിട്ട് ഈ നിമിഷം വരെ ഒരു നിലപാട്, ഒരു ഇടപെടൽ ഒരു സർക്കാർ നടത്തിയിട്ടില്ലെങ്കിൽ ഈ അങ്ങാടിയിലൂടെ തെണ്ടി നടക്കുന്ന പട്ടികളുടെ വില ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ സർക്കാർ കണക്കാക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബോഡി, ഈ മണിയുടെ ശവശരീരം കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ കിടക്കുന്നത്. മലപ്പുറം കരളായിൽ ഇന്നലെയാണ് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടത്. ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട മണിയാണ് മരിച്ചത്. മണിയുടെ കയ്യിലുണ്ടായിരുന്ന 5 വയസ്സുള്ള കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പരുക്കേറ്റ മണിയെയും ചുമന്ന് വാഹന സൗകര്യമുള്ള കണ്ണക്കൈ വരെ സഹോദരൻ സഞ്ചരിച്ചത് 1.5 കിലോമീറ്റർ ദൂരമാണ്. അപകടം നടന്ന് 4 മണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിക്കാനായതെന്ന് ബന്ധു വിനോദ് പറഞ്ഞു. ഒരു 6:45 കൂടിയിട്ടാണ് അവിടെ നമ്മൾ ആക്രമിക്കപ്പെടുന്നത്. കണ്ണിക്കൈ പറയുന്ന സ്ഥലത്ത് അടുത്താണ്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ആക്രമിക്കപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരുപാട് സമയം വൈകിട്ടുണ്ടായിരുന്നു. അവിടെ 6:45 പോയിട്ട് നമുക്ക് ഇവിടെ എത്തിയത് 11:30 ആയി. അപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ നമുക്ക് ഇൻഫർമേഷൻ പെട്ടെന്ന് പാസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് ആ സ്ഥലത്തുനിന്ന്, സംഭവം നടന്ന സ്ഥലത്തുനിന്ന് അയ്യപ്പേട്ടൻ മണിയേട്ടനെ ഏറ്റി കൊണ്ടുവരുന്നു ചെയ്ത് പുഴക്കരയിൽ. പിന്നിട്ടാണ് ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. തലക്ക് ആണ് പരിക്ക് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. 11:30 ആയി ഇവിടെ എത്തിയ സമയത്ത്, ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത്. കൊണ്ടുവരുന്ന അടുത്ത് ഇവിടെ എത്തുന്നവരെ സംസാരിക്കുമായിരുന്നു. വിപിൻ C. വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, ഇപ്പോൾ ഈ കണക്കുകളൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഓരോ ആഴ്ചയിലും ഓരോന്ന് എന്നുള്ള തരത്തിൽ വിവിധയിടങ്ങളിൽ കാട്ടാന ആക്രമണം, മരണമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും വനംവകുപ്പ് മന്ത്രി പറയുന്നത് അത്തരം മരണങ്ങൾ കുറയ്ക്കുന്നതിലും അതില്ലാതാക്കുന്നതിനുമൊക്കെ ശ്രമങ്ങൾ തുടരുകയാണ് വകുപ്പ് എന്നതാണ്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള ചോദ്യം നമ്മൾ ഒരിക്കൽ കൂടി ചോദിച്ചു പോവുകയാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് ഇദ്ദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി പോലും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു താമസം നേരിട്ടിട്ടുണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിലും എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? അനുജ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മണിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി ഈ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. മഞ്ചേരിയിലപ്പുറം ഈ കാട്ടാന ആക്രമിച്ച ആ സ്ഥലത്ത് സംസ്കരിക്കുക എന്നുള്ളതാണ് ഈ ചോലനായ്ക്കരുടെ ഒരു രീതി. അപ്പോൾ ആ സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് അപ്ഡേഷൻ ഉള്ളത്. ഈ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിരന്തരമായി ഏകദേശം 6 ദിവസത്തിനിടയിൽ തന്നെ 9ഓളം ആളുകളൊക്കെ മരിച്ചു എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അതിലിപ്പോൾ ഏറ്റവും അവസാനമാണ് ഈ മണി മരിക്കുന്നത്. ഇത് തീർത്തും ഉൾവനമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശത്തേക്ക് ഇവർ പോകുന്ന വഴി പക്ഷേ ഈ ആനയെ കാണാൻ കഴിയുന്ന രീതിയിലല്ല. അതിന് അടിക്കാടുണ്ട്. അവിടെയൊക്കെ കാട് മൂടിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. കാരണം ഇവർ കാടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവരാണ്. പ്രാക്തന ഗോത്രവർഗമായിട്ടുള്ള ചോലനായ്ക്കറാണ്. അവർ ഈ കരുളായി പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം 22 കിലോമീറ്ററോളം കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്നലെ മണി ഈ കുട്ടികൾക്ക് ആശുപത്രിയുടെ ആവശ്യമുണ്ടായിരുന്നു. അവർക്ക് പനിയായിരുന്നു. അവരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ കരുളായി പോലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. അങ്ങനെ കുട്ടികളെ ആശുപത്രിയിലാക്കി മൂത്ത മകളെ ഇവിടെയുള്ള പ്രീമെട്രിക് ഹോസ്റ്റലിൽ ആക്കിയതിന് ശേഷം തിരിച്ചു പോവുകയായിരുന്നു. ഏകദേശം ഒരു 6:45 കൂടി ഈ കണ്ണക്കൈ എന്നുള്ള സ്ഥലം വരെയാണ് വാഹന സൗകര്യമുള്ളത്. ഈ വാഹന സൗകര്യമുള്ള സ്ഥലം വരെ വാഹനത്തിൽ പോയി അതിനുശേഷം ഏകദേശം 1.5 കിലോമീറ്ററോളം ഇവർ നടന്നു കഴിഞ്ഞു. ഈ 1.5 കിലോമീറ്ററോളം പോയതിന് ശേഷമാണ് ഒരു ആന മുന്നിൽ പെടുകയും ആന ആക്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ 5 വയസ്സുള്ള മകനുണ്ടായിരുന്നു. അപ്പോൾ മകൻ കയ്യിൽ നിന്ന് തെറിച്ചു പോയി. കൂടെ ഉണ്ടായിരുന്ന മക്കളും അതുപോലെ തന്നെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവർ ഈ കുട്ടിയെ എടുത്ത് അവിടുന്ന് എത്രയും വേഗം മാറുകയായിരുന്നു. ആനയുടെ തുമ്പിക്കൈ കൊണ്ട് അടിയേറ്റത് തലയ്ക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഈ അടിയാണ് ഇപ്പോൾ മരണത്തിന് കാരണമായിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് ഇത് സംഭവിച്ചതിന് ശേഷം ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞാണ് സഹോദരന് പോലും ഈ വിവരം അറിയിക്കാൻ സാധിച്ചത്. അങ്ങനെ ഏകദേശം 6:45 ഈ അക്രമം നടന്ന് 8:40 വരെ ഈ വിവരം പുറത്തറിയുന്നില്ല. സഹോദരൻ അയ്യപ്പൻ 4 കിലോമീറ്റർ ഉള്ളിലായിരുന്നു. വീണ്ടും അവിടെ നിന്ന്
വന്ന് ഈ കണ്ണക്കൈ എന്ന സ്ഥലത്തേക്ക് മണിയെ എടുത്ത് നടന്നു വരികയായിരുന്നു. 1.5 കിലോമീറ്ററോളം ചുമന്ന് കണ്ണക്കൈയിലെത്തി അവിടെ നിന്ന് വാഹനത്തിൽ കയറി പിന്നീട് നെടുങ്കയത്തെത്തി അവിടെ നിന്നാണ് ആംബുലൻസിൽ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അപ്പോഴേക്കും രാത്രി 11 മണി കഴിഞ്ഞിരുന്നു. ഈ ഏകദേശം 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു അപകടം പറ്റിയിട്ട് പോലും ആളെ നമുക്കിവിടെ എത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വനപാലകരൊക്കെ പറയുന്നത് ഇത് വളരെ ഉള്ളിലാണ്, അവിടെ നിന്നും വാഹന സൗകര്യം ഒന്നും ഇല്ല, അത്തരം റോഡ് സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ മുൻപ് വരെ, ഈ ആശുപത്രിയിലേക്ക് എത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ മുൻപ് വരെ അദ്ദേഹം സംസാരിച്ചിരുന്നു. പക്ഷേ പിന്നീട് പെട്ടെന്ന് നിശ്ചലനാവുകയായിരുന്നു എന്നുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൽ വനം വകുപ്പിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൃത്യസമയത്തുള്ള ഒരു ഇടപെടൽ നടത്തിയില്ല, അതിൽ ചികിത്സ നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു PV അൻവറിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ നോർത്ത് DFOന്റെ ഓഫീസ് ഉപരോധിക്കുകയും പെട്ടെന്ന് തന്നെ അത് അക്രമാസക്തമായിട്ടുള്ള ഒന്നിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് പ്രവർത്തകർ പൂട്ടുപൊളിച്ച് അകത്തേക്ക് കയറുകയും അവിടെ ഉണ്ടായിരുന്ന മേശയും കസേരയും ക്ലോക്കും ഉൾപ്പെടെയുള്ളവ അടിച്ച് തകർക്കുകയും ചെയ്തു. ആ കേസിൽ ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ അറസ്റ്റ് ഈ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. അപ്പോൾ DFO ഓഫീസിൽ വെച്ച പെട്ടെന്നായിരുന്നു അത് അക്രമാസക്തമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് മാറിയത്. അവിടെ നിന്ന് അത് പിന്നീട് നടന്ന് അവർ ഇവിടേക്ക് വരികയും പിന്നീട് PV അൻവർ ഇവിടെ വെച്ച് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജാഥ ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നുള്ളതുമാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കാട്ടാന അക്രമത്തിൽ ഒരു പക്ഷേ കാട്ടാന ആക്രമിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാമെന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ കുട്ടികളൊക്കെ ഒപ്പം ഉള്ളതുകൊണ്ടും ആനയെ കണ്ടിട്ടുണ്ടാകില്ല, അത് അവിടെ അടിക്കാടുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയൊരു വിദഗ്ധ അഭിപ്രായം, വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധന അവിടെ ആവശ്യമാണ്. കാരണം വനംവകുപ്പാണ് അവിടേക്കുള്ള റോഡുകൾ കൃത്യമാക്കേണ്ടത്. ഇവർ വനത്തിൽ താമസിക്കുന്നവരാണെങ്കിലും അതുവരെ എത്തേണ്ട റോഡ് കുറച്ചുകൂടി ക്ലിയർ ആവേണ്ടതുണ്ട്. അവിടെ പിന്നെ കാട് മൂടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വഴികളിലൂടെയല്ല ഇവരൊന്നും വീട്ടിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഇപ്പോൾ പറയുന്നത്. അതിലാണ് ഇനി കൂടുതൽ പരിശോധന വേണ്ടത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. മലപ്പുറം കരളായിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച യുവാവിന്റെ സംസ്കാരമാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. എന്നാൽ ഈ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിലൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഏറെ മണിക്കൂറുകൾ വൈകിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേനെ എന്നൊക്കെയുള്ള വാദങ്ങൾ നാട്ടുകാരും ബന്ധുക്കളും ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്.